ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരൺ ജെ ഗോവിന്ദ്. എന്നെ ആരും മറന്നിട്ടില്ലല്ലോ. ഞാൻ ഓരോ വീഡിയോയിൽ ഓരോരോ ബുക്കിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും പ്രത്യേക ദിനങ്ങളുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന് ഞാൻ പ്രൊഫസർ എക്സ് ശിവദാസ് അദ്ദേഹം എഴുതിയ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പുസ്തകമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ പ്രൊഫസർ ശിവദാസ് തന്നെ എഴുതിയ പ്രകൃതി സൗന്ദര്യ കഥകൾ എന്ന കഥ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാലുടൻ പ്രൊഫസർ ശിവദാസിനെ പറ്റി അറിയാൻ വേണമെങ്കിൽ ആ ബുക്ക് എക്സ്പ്ലനേഷൻ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വായിച്ചു നോക്കണം. പിന്നെ ഞാൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. ആ ക്ലാസ്സിൽ ഈ ബുക്കിലെ അഖിലലോക പഴം പച്ചക്കറി മഹാസമ്മേളനം എന്ന കഥയുണ്ട്. ഇതിലാദ്യം ഒരു കഥയിലൂടെയാണ് തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, ആദ്യം ഒരു ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വായിക്കണമെന്ന്. ഈ ബുക്കിൽ ബാക്ക് സൈഡ് നിങ്ങളാരും വായിക്കണ്ട. കാരണം എന്താണെന്ന് ചിന്തിക്കും എന്ന് ഞാൻ പറയുന്നതാണ്. ബുക്കിൻ്റെ ബാക്ക് സൈഡ് വായിച്ചിട്ട് മാത്രമേ ആ ബുക്ക് വായിക്കാവൂന്ന്. പക്ഷേ ഈ കാര്യം അങ്ങനെയല്ല. ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല. എഴുതാതെ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും ചുമ്മാ വായിക്കണ്ടല്ലോ. അഖിലലോക പഴം പച്ചക്കറി മഹാസമ്മേളനത്തിൽ കാന്താരിക്കുട്ടിയുടെ പ്രസംഗമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഈ ബുക്ക് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. കാരണം അത്രയ്ക്ക് രസകരമായ ബുക്കാണ്. പിന്നെ പ്രൊഫസർ ശിവദാസ് നമ്മുടെ ലേബറിൻ്റെ ഒരാളാണ്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ഏത് വർഷമാണെന്ന് വെച്ചാൽ 1962 അല്ല ജനിച്ചത്, 1940 1940. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും. ഇതിൻ്റെ ഹെഡ്ലൈൻ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ചിത്രം തന്നെ കണ്ടാൽ നമുക്ക് ഭയങ്കര ചിരി വരും. പിന്നെ ഈ ബുക്ക് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഇനി ഞാൻ ഒരു കഥാപുസ്തകമാണ്. പഞ്ചതന്ത്രം പോലത്തെ ഒരു കഥയായിരിക്കും. നിങ്ങൾ ഏതാണെന്ന് ഗസ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുക. എൻ്റെ പേര് ശരൺ ജെ ഗോവിന്ദ്. നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് വേർഡ് ഓഫ് നോളജ് ആണ്.